നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും. നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക നൽകുന്നത്. 100 കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന പ്രകടനത്തോടെയാണ് സ്ഥാനാർത്ഥിയും നേതാക്കളും പത്രിക നൽകാനെത്തുക. എന്ത് സാഹചര്യമുണ്ടായാലും UDF ജയിക്കും എന്നായിരുന്നു PV അൻവറിന്റെ നിലപാടിനോട് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. അല്ല, ഞാൻ പറഞ്ഞല്ലേ, അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എൻ്റെ നേതാക്കന്മാരാണ് പ്രതികരിക്കുന്നത്. അവരാണ് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും. അത് അവർ പ്രതികരിക്കട്ടെ. അൻവറുമായി ബന്ധപ്പെട്ട് വലിയ ഭൂരിപക്ഷത്തിന് ഈ സീറ്റ് തിരിച്ചു പിടിക്കും. ചരിത്രപരമായ ഭൂരിപക്ഷത്തിന് ഈ സീറ്റ് തിരിച്ചു പിടിക്കും. അത് തന്നെയാണ് പ്രതികരണം. റാഫി കരീം വിശദാംശങ്ങളുമായി. റാഫി, എപ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്? മറ്റൊന്ന്, ഇപ്പോൾ PV അൻവർ നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? അനുജ, അല്പസമയത്തിനകം ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങും. അദ്ദേഹം ഇപ്പോഴും വീട്ടിലാണുള്ളത്. അദ്ദേഹത്തോടൊപ്പം തന്നെ UDF നേതാക്കളും ഈ വസതിയിലുണ്ട്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഈ പ്രവർത്തകർക്കൊപ്പം ആര്യാടൻ ഷൗക്കത്ത് സജ്ജീകരിച്ചിരിക്കുന്ന പാർട്ടി ഓഫീസിലേക്ക് എത്തും. അവിടെ നിന്ന് വലിയ റാലിയായിട്ടാണ് താലൂക്ക് ഓഫീസിലേക്ക്, നിലമ്പൂർ താലൂക്ക് ഓഫീസിലാണ് പത്രിക സമർപ്പിക്കുക. ഉപവരണാധികാരി ഒപ്പം തന്നെ നിലമ്പൂർ തഹസിൽദാരുമായ സിന്ധുവിന് മുമ്പിലായിരിക്കും പത്രികാ സമർപ്പണം. അതിനുവേണ്ടി അല്പസമയത്തിനകം അദ്ദേഹം വീട്ടിൽ ഇറങ്ങും. നേരത്തെ 11 മണിയോടുകൂടി പത്രികാ സമർപ്പണം നടക്കുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഇത് നീണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് ഈ പത്രികാ സമർപ്പണത്തിനായി വീട്ടിൽ നിന്നിറങ്ങും. വലിയ റാലിയോടുകൂടി നിലമ്പൂർ താലൂക്ക് ഓഫീസിലാണ് പത്രികാ സമർപ്പണം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രമുഖ UDF നേതാക്കളെല്ലാം, സംസ്ഥാനത്തെ UDF നേതാക്കളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഈ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആര്യാടൻ ഷൗക്കത്ത് 24 പ്രതികരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് എന്ത് സാഹചര്യമുണ്ടായാലും ഈ മണ്ഡലം UDF തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ്. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറുപടി പറയുക UDF നേതാക്കളായിരിക്കുമെന്നുകൂടി ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയൊരു സാഹചര്യമാണ് കോൺഗ്രസിന് മുന്നിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ കോൺഗ്രസിന് മുന്നിൽ അൻവർ കോൺഗ്രസുമായി സഹകരിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അൻവർ മത്സരിക്കുക, ഈ ഒരു 2 സാഹചര്യങ്ങളായിരുന്നു UDF നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അൻവർ UDFനൊപ്പം ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ UDFനെതിരെ അൻവർ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അൻവറിന് ഈ സ്വാധീനമുള്ള വോട്ടുകൾ അത് ഇനി എങ്ങനെയായിരിക്കും കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അൻവറിന് സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്, പഞ്ചായത്തുകളുണ്ട്, അവിടങ്ങളിൽ വലിയ വോട്ടുമുണ്ട്. നേരത്തെ അൻവർ മത്സരിച്ചപ്പോഴെല്ലാം കോൺഗ്രസിൻ്റെ വോട്ട് സമാഹരിച്ചായിരുന്നു വിജയം നേടിയിരുന്നത്. ആ വോട്ടുകൾ അൻവർ മത്സരിക്കാത്ത സാഹചര്യത്തിൽ, UDFനൊപ്പം നിൽക്കാത്ത സാഹചര്യത്തിൽ സമാഹരിക്കുക എന്നുള്ളതായിരിക്കും കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ പുതിയ സാഹചര്യത്തെ UDF നേതാക്കൾ ഏത് തരത്തിൽ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ ഇന്ന് ഈ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗും ഒപ്പം തന്നെ കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ഇനി ഈ ഇലക്ഷനെ നേരിടുമ്പോൾ, നേരത്തെ അൻവർ മത്സരിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും നഷ്ടമായ വോട്ടുകൾ അത് തിരിച്ചു സമാഹരിക്കുക, എങ്കിൽ മാത്രമായിരിക്കും UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു വലിയ വിജയം നേടാൻ കഴിയുക. എന്തായാലും ഈ വളരെ രാഷ്ട്രീയ മത്സരമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അൻവർ കൂടി മത്സരരംഗത്തില്ല എന്ന് പറയുമ്പോൾ, അൻവർ മത്സരരംഗത്ത് നിന്ന് പിന്മാറുമ്പോൾ LDFും UDFുമായുള്ള ഒരു രാഷ്ട്രീയ മത്സരമായി ഇത് മാറുകയാണ്. അല്പസമയം മുൻപ് KP മജീദ് അടക്കമുള്ള ലീഗ് നേതാക്കൾ 24 പ്രതികരിച്ചിരുന്നു. അവരും പറഞ്ഞതാണ് ഇനി രാഷ്ട്രീയ മത്സരമാണ്.